ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 23 മാർച്ച് 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫണ്ട് റൈസിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് വാരോക്ക് എഞ്ചിനീയറിംഗ്. വാരോക്ക് എഞ്ചിനീയറിംഗിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ കമ്പനിയുടെ ഫണ്ട് റൈസിംഗ് പ്ലാൻ അപ്രൂവ് ആയി കഴിഞ്ഞു. കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴിയാണ് ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമ്പനിയുടെ QIP ഇഷ്യൂ 22 മാർച്ച് 2021 മുതലാണ് ആരംഭിക്കുന്നത്. വിവിധ കമ്പനികളുടെ വർക്ക് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ഏകദേശം 1429 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ മാധവ് ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനിക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ്റെ വക 87 കോടി രൂപയുടെ ഒരു സോളാർ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. PSU സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ BPCL റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ BPCLും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് സെക്ടറിലെ ഒരു വലിയ കമ്പനിയായ ഭാരത് ഗ്യാസും തമ്മിലുള്ള അമാൽഗമേഷന് BPCLൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി കഴിഞ്ഞു. അതുകൂടാതെ BPCL എന്ന കമ്പനി IGL കൂടാതെ പെട്രോനെറ്റ് LNG എന്നീ കമ്പനികളിലുള്ള കോർ അസറ്റ്സും കൂടാതെ സ്റ്റേക്കുകളും വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോർ അസറ്റും അതുപോലെ തന്നെ സ്റ്റേക്കുകളും വിറ്റ് കിട്ടുന്ന തുകയുടെ ലാഭവിഹിതം കമ്പനി ഡിവിഡൻ്റ് ആയിട്ട് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ നടക്കുന്ന റൂമർ അനുസരിച്ച് വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 4000 കോടി രൂപയുടെ ഡിവിഡൻഡ് വിവിധ PSU കമ്പനികൾ പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രമുഖ ഇൻവെസ്റ്ററായിട്ടുള്ള രാകേഷ് ജുൻജുൻവാലയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം ജുബിലൻ്റ് ഇൻഗ്രീവിയ എന്ന കമ്പനിയിൽ ഏകദേശം 6.23% സ്റ്റേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്ലോബൽ റിസർച്ച് കമ്പനിയും അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്ററുമായിട്ടുള്ള ഗോൾഡ്മാൻ സാൻസ് ഇന്ത്യ ഫണ്ട് പൂനെ ബേസ്ഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പിംഗ് കമ്പനിയായ കോൾട്ടെ പാട്ടിൽ ഏകദേശം 12 ലക്ഷം ഷെയറുകൾ 230 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇൻഫോബീം അവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഫോബീം റവന്യൂവിലെ ഒരു പ്രധാന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററായിട്ടുള്ള രവി ഓം പ്രകാശ് അഗർവാൾ എന്ന വ്യക്തി ഇൻഫോബീം അവന്യൂവിൻ്റെ 49 ലക്ഷം ഷെയറുകൾ 41 രൂപ 54 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യ കാറുകളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിച്ച സാഹചര്യത്തിൽ 1 ഏപ്രിൽ 2021 മുതൽ കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അയച്ച വിവിധ അഡ്വൈസറി നോട്ടിഫിക്കേഷൻ പ്രകാരം 15 വർഷത്തിലേറെ പഴക്കമുള്ള വെഹിക്കിൾസിൻ്റെ മുകളിൽ ഗ്രീൻ ടാക്സ് എന്ന പേരിലുള്ള ഒരു പൊല്യൂഷൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏവിയേഷൻ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏവിയേഷൻ മിനിസ്റ്ററി ഏവിയേഷൻ ട്രാൻസ്പോർട്ടിൽ 5% പ്രൈസ് ഹൈക്ക് വരുത്താനുള്ള തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ഇൻഡിഗോ അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ് എന്നീ സ്റ്റോക്കുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസാണ്. കൂടാതെ എയർ ഇന്ത്യയുടെ ഡൈവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സ്പൈസ് ജെറ്റും അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പും പ്രപ്പോസ് ചെയ്ത ബിഡ് എയർ ഇന്ത്യയുടെ ഡൈവെസ്റ്റ്മെൻറ്റിന് അംഗീകരിച്ച സ്ഥിതിയിലാണ്. ഇതും സ്പൈസ് ജെറ്റ് എന്ന കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുകൂടാതെ ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കണ്ടതാണ് ലോകസഭയിൽ ഇൻഷുറൻസ് അമെൻഡ്മെൻറ്റ് ബില്ല് പാസ്സായി എന്നുള്ള കാര്യം. അതായത് ഇൻഷുറൻസ് സെക്ടറിൽ കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇൻഷുറൻസ് അമെൻഡ്മെൻറ്റ് ബില്ല് 2021 കൊണ്ടുവന്നത്. ഇനി ഭാരതി എയർടെൽ എന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ എന്ന കമ്പനി അതിൻ്റെ തന്നെ DTH സബ്സിഡറിയായ ഭാരതി ടെലിമീഡിയയുടെ 20% സ്റ്റേക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബെൽ എന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ബെൽ എന്ന കമ്പനിയുടെ ഫസ്റ്റ് ഓവർസീസ് പ്രോജക്റ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. മൗറീഷ്യസ് എന്ന രാജ്യത്താണ് ബെൽ എന്ന കമ്പനിക്ക് ഫസ്റ്റ് ഓവർസീസ് പ്രോജക്റ്റ് ലഭിക്കുന്നത്.
ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട IT സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് മൈൻഡ്ട്രീ എന്ന കമ്പനി. കാരണം മൈൻഡ്ട്രീ എന്ന കമ്പനി നൗഫ് എന്ന കമ്പനിയുമായി ചേർന്ന് IT ട്രാൻസ്ഫോർമേഷൻ ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൂടാതെ പിരാമിഡ് ക്യാപിറ്റൽ ആൻഡ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയെയും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. കാരണം ഈ കമ്പനി 4050 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴിയാണ് ഈ കമ്പനി 4050 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. റെയിൽവേ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ റെയിൽടെൽ എന്ന സ്റ്റോക്കിൻ്റെയും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാരണം റെയിൽടെൽ എന്ന സ്റ്റോക്കിന് അല്ലെങ്കിൽ റെയിൽടെൽ എന്ന കമ്പനിക്ക് 153 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡ് ആണ് റെയിൽടെലിന് 153 രൂപയുടെ ഒരു വർക്ക് ഓർഡർ നൽകിയത്. അതുപോലെ തന്നെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായ US 10-year ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ അത് 1.7% ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്